ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം വിശുദ്ധ വാരത്തിൽ നമ്മൾ കടന്നിരിക്കുകയാണ്. വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ പെസഹ ത്രിദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് പെസഹ വ്യാഴം യേശുനാഥൻ തിരുശരീര രക്തങ്ങൾ സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും ഏറ്റവും മർമ്മപ്രധാനമായ കൽപ്പനയായ പരസ്നേഹ പ്രവൃത്തിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചതിൻ്റെയും ഓർമ്മയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവരോടുള്ള സ്നേഹം കാണിച്ചതിന് ശേഷം നിങ്ങളും ഇതുപോലെ പരസ്പരം സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും സ്നേഹത്തെക്കുറിച്ചാണ്. ഇത് സ്നേഹത്തിൻ്റെ കൽപ്പന പഠിപ്പിക്കുന്നതാണ്. കാരണം ഈ സ്നേഹത്തിൽ നിന്നാണ് തിരുശരീര രക്തങ്ങളുടെ കൂദാശയും പൗരോഹിത്യമൊക്കെ ഉടലെടുക്കുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ അടയാളങ്ങളാണ് ഈ രണ്ട് കൂദാശകളും. അപ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ സുവിശേഷത്തിൽ നമുക്ക് ശത്രുക്കളെക്കുറിച്ച് കാണാൻ സാധിക്കില്ല. യോഹന്നാൻ്റെ സുവിശേഷം ശത്രുക്കളെക്കുറിച്ച് പറയുന്നില്ല. കാരണം സാധാരണ രീതിയിൽ മറ്റു സുവിശേഷങ്ങളിൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശുനാഥൻ പറയുന്നിടത്ത് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കാനാണ്. യേശുനാഥൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ ശത്രുക്കളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പം അതുപോലെ സ്നേഹിതന്മാരെന്നതുപോലെ കരുതി ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ സുവിശേഷം പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്ന 90-കളിൽ വലിയ പീഡനങ്ങളൊക്കെ സഭയിൽ നടക്കുമ്പോൾ ആ പീഡനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ഇത് ഓർമ്മിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഈ പീഡനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ശത്രുക്കളെക്കുറിച്ച് പോലും പറയാതെ എല്ലാവരും സ്നേഹിതരാണ്, നിങ്ങൾ സ്നേഹിക്കണം. അപ്പോൾ ഇത് യേശുനാഥൻ്റെ മനസ്സാണ്. ഈ മനസ്സ് നമുക്കുണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇന്ന് നമ്മൾ പെസഹായിലിരിക്കുമ്പോൾ യേശുവിൻ്റെ ചുറ്റുമുള്ളത് അത്ര നല്ല സ്നേഹിതന്മാരൊന്നുമല്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവരും തള്ളിപ്പറയാനിരിക്കുന്നവരും സ്വന്തം കാര്യം നോക്കുന്നവരൊക്കെയാണ് ചുറ്റിലും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ടാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. യേശുനാഥന് സ്നേഹത്തിന് മാറ്റമൊന്നുമില്ല. ഡാവിഞ്ചി വളരെ മനോഹരമായ യേശുനാഥൻ്റെ ഈ അന്ത്യത്താഴം ചിത്രീകരിക്കുമ്പോൾ ആ അന്ത്യത്താഴ ചിത്രീകരണത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് യേശുനാഥൻ എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ചിത്രത്തിൽ അദ്ദേഹം പകർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചില അടയാളങ്ങൾ കാണാൻ പറ്റും. കയ്യിൽ പണസഞ്ചിയുമായിരിക്കുന്ന യൂദാസിൻ്റെ മുഖം വ്യക്തമൊന്നുമല്ല, നിഴൽ, ഒരു കറുപ്പ് നിഴൽ ആ മുഖത്തുണ്ട്. അത് അവനിൽ പിശാച് ബാധിച്ചതിൻ്റെ അല്ലെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന തിന്മയുടെ ഒരു സൂചനയാണ്. മറിച്ച് അവൻ്റെ ഈ തൊണ്ടക്കുഴി ഇങ്ങനെ എക്സ്പോസ്ഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്തിരിക്കുന്നതിന് കാരണം അവൻ ഉടനെ തൂങ്ങി മരിക്കുമെന്നതിൻ്റെ ഒരു സൂചനയാണ്. പിന്നീട് പത്രോസിൻ്റെ കയ്യിൽ നമുക്കൊരു കത്തി കാണാൻ സാധിക്കും. തോമസ് ആകട്ടെ ഇങ്ങനെ സംശയത്തോടെ വിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തോമസിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ചിത്രം നമുക്ക് നൽകുന്നൊരു സൂചനയുണ്ട്. ഇതൊരിക്കലും ഡാവിഞ്ചി ആ ചിത്രം അല്ലെങ്കിൽ ഈശ്വരനെ നേരിട്ട് കണ്ട് വരച്ചതല്ല, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉയർന്നതാണ്. പക്ഷേ അതിന് നമുക്ക് ധ്യാനിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഇവർ ഓരോരുത്തരും അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ സ്നേഹത്തിന് വലിയ വിലയില്ല. പത്രോസ് ഈ വാളും കൊണ്ട് നിൽക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ കത്തി കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം പത്രോസിന് ചില ചിന്തകളൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ട്. ഇനി യൂദാസ് യേശുനാഥനെ ഒറ്റിക്കൊടുത്ത പൈസയുമായിട്ടാണ് നിൽക്കുന്നത്. യൂദാസിന് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഈശോയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പണം മതി എനിക്കെന്നാണ്. തോമസ് ആകട്ടെ, തോമസിന് ഇപ്പോൾ സംശയമാണ് ഈശോ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്നുള്ള സംശയമാണ്. പക്ഷേ അതൊരു ഭാവിയെ കൂടി കാണിക്കുന്നുണ്ട്. ഈശോയെ സംശയിക്കാനിരിക്കുന്ന തോമസാണ്. അപ്പം അങ്ങനെ തങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരുടെ മധ്യ യേശുനാഥൻ ഇരിക്കുകയാണ്. പക്ഷേ യേശുനാഥൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല, അവൻ വളരെ സൗമ്യനായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സൗമ്യതയോടുകൂടി ഇരിക്കാനുള്ള കാരണം സുവിശേഷം പറയുന്നുണ്ട്. യേശുനാഥൻ അറിയാം താൻ പിതാവിൽ നിന്ന് വന്നവനാണെന്ന്, പിതാവിലേക്ക് പോകാൻ ഇരിക്കുന്നവനാണെന്ന്. അപ്പോൾ പിതാവുമായിട്ടുള്ള ഒരു ബന്ധമാണ് യേശുനാഥനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും യേശുനാഥനെ അഗാധമായി സ്നേഹിച്ചതും ഈ ഒരു ബന്ധത്തിൽ നിന്നാണ്. അപ്പൻ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം ഈശോ നമ്മളിലേക്ക് ഒഴുക്കുകയായിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് നടക്കുന്നുണ്ട് അവിടെ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ നമ്മളെ ഓരോരുത്തരെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കിന് പകരം എപ്പോഴാണോ വെറുപ്പിൻ്റെ ഒഴുക്ക് വരുന്നത്, അവിടെയാണ് ഈ ലോകം നാശത്തിലേക്ക് പോകുന്നത്, സ്നേഹം ഇല്ലാതെ പോകുന്നത്, സ്നേഹരാഹിത്യത്തിലേക്ക് നമ്മൾ വരുന്നത്. നമുക്കറിയാം ഇന്ന് ചുറ്റിനും യുദ്ധഭീതിയിലാണ്. ഓരോരുത്തരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യരെ കൊന്നു കൊലവിളിക്കുന്നൊരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇന്നത്തെ പെസഹ ആ ഒരു തിന്മയുടെ ചിന്തയിലേക്കല്ല നമ്മളെ ക്ഷണിക്കുന്നത്. കാരണം
ലോകത്തിന് ചുറ്റിനും ഇപ്പോഴും നമുക്കറിയാം, കണ്ണോടിച്ചാൽ യേശുനാഥൻ്റെ സ്നേഹം പോലെ സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒത്തിരി അധികം കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഈശോയുടെ അതേ മനസ്സുള്ള മനുഷ്യർ ഇന്നും ഈ ലോകത്തിലേക്കുണ്ട്. ഇന്ന് പെസഹ നമ്മളെ ക്ഷണിക്കുന്നതും അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക്. വളരെ മനോഹരമായ ഒരു സംഭവം മാർച്ച് 24 നടക്കുകയുണ്ടായി. ഇത് സംഭവിച്ചത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ ഒരു 2 നില കെട്ടിടം കത്തി അമരുകയാണ്. അപ്പോൾ ആ വഴി എൻ ഹുയാൻ ലേ തു എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരൻ വരുന്നുണ്ട്. അപ്പോൾ അവൻ ജിമ്മിന് പോയിട്ട് വരുന്ന വഴിക്കാണ്, അവനൊരമ്മ മാത്രമേ ഉള്ളൂ. വരുന്ന വഴിക്കാൻ അവൻ കണ്ടത് ഇതിങ്ങനെ ഈ 2 നില കെട്ടിടം കത്തി അമരുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് നിലവിളി അവൻ കേൾക്കുന്നുണ്ട്. പിന്നെ അവനൊന്നും കരുതിയില്ല, അവൻ ഓടിക്കയറുകയാണ് അതിനകത്തേക്ക്. അവൻ ഓടിക്കയറി അവിടെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ തുടങ്ങി. ആദ്യം 2 വൃദ്ധരെ അവൻ മുള ഏണി ഉപയോഗിച്ച് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞാണ് അവൻ അറിഞ്ഞത് അവിടെ ഒരു സ്ത്രീയും കുഞ്ഞും ഉണ്ടെന്ന്. അപ്പം ഈ തീ കത്തിയതിൻ്റെ രൂക്ഷ ഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറി ഇവന് സ്വബോധം നഷ്ടപ്പെടുന്നുണ്ടോ. എന്നിട്ടും അവൻ്റെ വസ്ത്രം ഊരി ഒരു വെള്ളത്തിൽ നനച്ച് അവൻ്റെ മുഖത്ത് വലിച്ചു കെട്ടി അവൻ കീറുകയാണ്. അറിയാം അവൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ കയറിയത്. അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആകെ ഓർമ്മ വന്ന അവൻ്റെ അമ്മയെക്കുറിച്ചാണ്. അവൻ പിന്നീട് അത് പറഞ്ഞൊരു കാരണം, അമ്മയെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. പക്ഷേ എന്നിട്ടും അവൻ കുറച്ച് നേരത്തേക്ക് അമ്മയെ മറന്നു, അവനെ തന്നെ മറന്നു. അവൻ ഉള്ളിലേക്ക് കയറി ആ കുഞ്ഞുങ്ങളെയും ആ സ്ത്രീയെയും രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും അവൻ തലയിറങ്ങി വീണു, അവനെ ഹോസ്പിറ്റലിലാക്കി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞ് അവൻ്റെ അമ്മ അവനെ കാണാതെ വിളിക്കുമ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: അമ്മ, ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് വീണിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിലാണ്. കാര്യം അവൻ അമ്മയോട് പറയാൻ ഭയന്നു, അമ്മ പേടിക്കുമെന്ന് ഓർത്തിട്ട് അവൻ അത് അമ്മയോട് പോലും പറയാതിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇത് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയുകയും അവനെ സന്ദർശിക്കുകയും അപ്പോൾ തന്നെ അവനെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു അവാർഡ് നൽകി അവനെ ആദരിക്കുകയും ചെയ്തു. ആ അവാർഡ് ബ്രേവ് യൂത്ത് ബാഡ്ജ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവനെ നൽകി. ഇത് നമുക്ക് നൽകുന്നൊരു സൂചന എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ഈ ചുറ്റിനും നോക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന മനുഷ്യരുടെ ഇടയിലാണ്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഈശോ നമുക്ക് തന്നിട്ട് പോയ സ്നേഹത്തിൻ്റെ കൽപ്പന അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. ചില മനുഷ്യരുടെ മനസ്സുകളിൽ അത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർ സ്വാർത്ഥ താല്പര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ സ്നേഹം പകരാൻ വേണ്ടി നടക്കുകയാണ്. അതുകൊണ്ട് ആ സ്നേഹം അനേകവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, സുവിശേഷത്തിലേക്ക് വീണ്ടും നമ്മൾ തിരികെ പോകുമ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന മനുഷ്യരൊക്കെയാണ് ചുറ്റിനും. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മെ ഒരാൾ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? നമ്മൾ പ്രതികരിക്കുന്നത് പിന്നെ നമുക്ക് ദേഷ്യം വന്നു, കാണുന്നവരോട് ദേഷ്യം കാണിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന മനുഷ്യർ, ഓഫീസിലെ ബോസ് അവരോട് എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ചു വന്ന് അത് കാണിക്കുന്നത് വീട്ടിലാണ്. അത് പുരുഷനാണെങ്കിൽ അത് വന്ന് അവൻ്റെ സ്ത്രീയോട്, അവൻ്റെ ഭാര്യയോട് കാണിക്കും. ഭാര്യ ഈ കിട്ടുന്ന ദേഷ്യം മുഴുവൻ മക്കളോട് കാണിക്കും. അപ്പോൾ ഇതിങ്ങനെ ഈ വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ ഒരു കണ്ണി പോലെ മുറിയാതെ അതിങ്ങനെ ലോകത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ കണ്ണിയും ഇതുപോലെ ഇടപെടാതെ വരണം. അപ്പം അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പം യേശുനാഥനും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ രീതിയിലുള്ള പല ഫ്രസ്ട്രേഷനൊക്കെ ഒരു സംഭവമാണ്. കാരണം ഒറ്റിക്കൊടുക്കാനുള്ള ആളെക്കുറിച്ച് ഈശോയ്ക്ക് അറിയാം, തള്ളിപ്പറയാൻ പോകുന്ന പത്രോസിനെ കുറിച്ച് ഈശോയ്ക്ക് അറിയാം, ഓടിക്കളയാൻ പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് അറിയാം. പക്ഷേ അതൊന്നും അവനെ മുറിവേൽപ്പിക്കുന്നില്ല. അവൻ സൗമ്യനായി ഇരുന്നുകൊണ്ട് അവരെ സ്നേഹിക്കുകയാണ്. കാരണം ഇവരെ സ്നേഹിതരായിട്ടാണ് ഈശോ കണ്ടത്. ഈ ഒരു ചിന്ത നമുക്കും ഉണ്ടാവണമെന്ന് ഈശോ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കണ്ണുകളെ തകർത്തുകൊണ്ട് സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അത് കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, സാമൂഹിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഇന്ന് ഈ ലോകത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുറിവുകൾക്കുമുള്ള ഒരു മരുന്നാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പഠിപ്പിക്കുന്നത്. അഗാധമായി സ്നേഹിക്കുക, ശത്രുക്കളെ എന്ന പോലെയല്ല, സ്നേഹിതരോട് എന്ന പോലെ സ്നേഹിക്കുക, പുറത്തുകൊണ്ട് സ്നേഹിക്കുക, ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണോ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്നത് അവിടെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കണ്ണി മുറിയുകയാണ്. പിന്നെ വരുന്നത് പിതാവായ ദൈവം ഈശോയിലേക്ക് നൽകിയ സ്നേഹം. ആ സ്നേഹം നമ്മൾ മറ്റു മനുഷ്യരിലേക്ക് നൽകുന്നതാണ്. അപ്പോൾ സ്നേഹം ഇങ്ങനെ ഇടപെടാതെ ഒഴുകണം. അതുകൊണ്ടാണ് ഈ AD 90കളിൽ ഈ സുവിശേഷം എഴുതുമ്പോൾ അന്ന് ക്രൈസ്തവർ അതിനെ അതിജീവിച്ചത് വെറുപ്പും വിദ്വേഷവും കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ കൽപ്പന കൊണ്ടാണ്. അവരത് അവിടെ ഉണ്ടായിരുന്ന പീഡനങ്ങളെ അവർ തരണം ചെയ്ത് ഇന്ന് ക്രൈസ്തവർ നിലനിൽക്കുന്ന രീതിയിൽ വന്നത് അവർ യുദ്ധം ചെയ്തത് കൊണ്ട് മാത്രമല്ല, അവർ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അവർ വിദ്വേഷവും വെറുപ്പും മുറുകെ പിടിച്ചതുകൊണ്ടല്ല, ഈശോ പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കാൻ അവർ ഓർത്തത് കൊണ്ടാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കണ്ടു, പത്രോസ് വാളുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പത്രോസിൻ്റെ ചിന്ത തിന്മയിലേക്ക് ചാഞ്ഞൊരു മനസ്സാണ്, എല്ലാവരും മുറിക്കാനും മുറിവേൽപ്പിക്കാനുമുള്ള ചിന്തയാണ്. പക്ഷെ പത്രോസ് അത് ഉപേക്ഷിച്ച് ഈശോയിലേക്ക് തിരികെ വരുന്നുണ്ട്.
അങ്ങനെ തിരികെ വന്നതുകൊണ്ടാണ് പത്രോസ് തിരികെ വരുമ്പോൾ പറയുന്ന കാര്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹം കൊണ്ടാണ് പത്രോസിനെ ഈശോനാഥൻ തിരികെ കൊണ്ടുവരുന്നത്. ആ സ്നേഹം നിലനിന്നത് കൊണ്ടാണ് പത്രോസ് പിന്നീട് സഭയുടെ തലവനായി മാറിയത്. അപ്പോൾ നമ്മളും ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സ്നേഹം നമുക്കുണ്ടാവണം. വിദ്വേഷത്തിൻ്റെ കണ്ണികളെ സ്നേഹം കൊണ്ട് നമ്മൾ മുറിപ്പിക്കണം. അപ്പോൾ അതിന് നമുക്കുണ്ടാവേണ്ട ചിന്ത, ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ ദൈവത്തിലേക്ക് തിരികെ പോകേണ്ടവനാണ് എന്നുള്ളൊരു ചിന്തയാണ്. അവിടെയാണ് നമ്മൾ യൂദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, യൂദാസിനെ പിശാച് തോന്നിച്ചു എന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പിശാചിൻ്റെ തോന്നലുകൾക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നവരാണ്. അപ്പം അങ്ങനെയല്ല, എല്ലാ മനുഷ്യർക്കും ഈ തോന്നലുകളൊക്കെ ഉണ്ടാകാം. അപ്പം അങ്ങനെ തോന്നലുകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ തോന്നലുകൾക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്ന മനുഷ്യരായി മാറണമെന്ന് ഇന്നത്തെ പെസഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ഈശോ നൽകുന്ന ഏറ്റവും വലിയ ശക്തിയുടെ സ്രോതസ്സാണ് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ. അപ്പോൾ ഈ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഈശോയായി മാറാൻ നമ്മൾ നമ്മെ തന്നെ പരുവപ്പെടുത്തേണ്ടവരാണ്. അങ്ങനെ ഈശോയെ സ്വീകരിച്ച് ഈശോയായി മാറി എല്ലാ വിദ്വേഷത്തിൻ്റെ കണ്ണികളെയും മുറിച്ചുകൊണ്ട് സ്നേഹം പകരുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.